ടി.വി.കെ നേതാവ് വിജയുടെ സ്വത്ത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി തള്ളി. മദ്രാസ് ഹൈക്കോടതിയാണ് ഹർജി തള്ളിയത്. ആദായനികുതി വകുപ്പ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജിയും കോടതി തള്ളിയിരുന്നു. ഷബ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, എന്തായാലും വിജയ്ക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഹർജികൾ വരുന്നത്. ഇപ്പോൾ എന്താണ് കോടതി ഇക്കാര്യത്തിൽ പറയുന്നത്? ടി.വി.കെ നേതാവ് വിജയുടെ സ്വത്ത് സംബന്ധിച്ച നേരത്തെ തന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് ഈ കോടതിക്ക് മുമ്പാകെ ഹർജി എത്തിയിരുന്നു. ആദായ നികുതി വകുപ്പ് അന്വേഷിക്കണം എന്നതായിരുന്നു അന്നത്തെ ആവശ്യം. കാരണം ഈ വിജയ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്ന സ്വത്തുമായി ബന്ധപ്പെട്ട് കൃത്യമായി റിട്ടേൺസ് നൽകിയിട്ടില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് കോടതി അത് തള്ളിയിരുന്നു. പിന്നീട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ഈ സ്വത്തിനെ സംബന്ധിച്ച് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് മറ്റൊരു ഹർജി കോടതിയിൽ എത്തിയിട്ടുള്ളത്. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഈ ഹർജി എത്തിയത്. ചെന്നൈ സ്വദേശിയായ വെങ്കിടേഷ് എന്നയാളാണ് ഈ പുതിയ ഹർജി സമർപ്പിച്ചത്. അയാൾ ഹർജിയിൽ പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വിജയ് തന്റെ ഭാര്യയ്ക്ക് 12.6 കോടി രൂപ വായ്പ നൽകിയതായും 20 കോടി രൂപ ഒരു ട്രസ്റ്റിലേക്ക് മാറ്റിയതായും സൂചിപ്പിക്കുന്നുണ്ട്. ഇതേപ്പറ്റി ഈ സ്വത്തിന്റെ ഉറവിടം, ആധികാരികത, സ്വഭാവം എന്നിവയെ പറ്റി കൃത്യമായ അന്വേഷണം വേണം എന്നായിരുന്നു ഈ ഹർജിക്കാരന്റെ ആവശ്യം. പക്ഷെ കോടതി ഈ സത്യവാങ്മൂലത്തിൽ അപാകത പ്രഥമ ദൃഷ്ട്യാ ബോധ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി തള്ളിയിട്ടുള്ളത്.